നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീചരാശിയിലാണ് ജന്മം. പോരാത്തതിന് കാളസർപ്പദോഷവും. ഇതിന് പരിഹാരമൊന്നും ഇല്ലേ ജോത്സ്യരെ? പരിഹാരം തേടാതിരിക്കുന്നതാണ് നല്ലത്. ഈ കുഞ്ഞ് പിച്ച വയ്ക്കുന്ന നിമിഷം മുതൽ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ മരണത്തിന്റെ തേർവാഴ്ചയായിരിക്കും. രക്തബന്ധുക്കൾ മാത്രമല്ല, ഈ കുഞ്ഞുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും മരണയോഗം കാണുന്നു. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഒഴിവാക്കുക എന്ന് പറഞ്ഞ? ഒഴിവാക്കുക തന്നെ. ദത്തെടുത്തതാണെന്നല്ലേ പറഞ്ഞത്? അതെ. ആരാണോ തന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സന്തോഷത്തോടെ കൈമാറുക. ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലേ ജോത്സ്യരെ? വേറെ എന്ത് മാർഗം? പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞൊന്നും അല്ലല്ലോ ചാക്കിൽ കെട്ടി കാട്ടിക്കൊണ്ട് കളയാൻ. കൊന്നു കളയാന്ന് വെച്ചാൽ കേസും കൂട്ടോ ഒരു വഴിക്ക്, പിന്നെ നരഹത്യാ പാപം വേറെ. അപ്പോ പിന്നെ എത്രയും പെട്ടെന്ന് കൈയൊഴിയുക എന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ പിന്നെ അനർത്ഥങ്ങൾ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, വന്നതേ ഉള്ളൂ. എന്താ അമ്മ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാ. എന്താ? ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാവിയെ കരുതി മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ നമുക്ക് ആത്മജയ്ക്ക് തിരിച്ചു കൊടുക്കണം. അമ്മേ, പെട്ടെന്ന് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മോളെ, വളരെ ആലോചിച്ച അമ്മ ഈ തീരുമാനം എടുത്തത്. അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനൊരു മനംമാറ്റം? പെട്ടെന്നൊന്നുമല്ല. അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് വിശദമായി ഞാൻ പഠിച്ചപ്പോ ഈ കേസ് നമ്മൾ ജയിക്കില്ല എന്ന് ഉറപ്പായി. അതെന്താ? കുഞ്ഞിനെ നിരൂപാധികം നമുക്ക് വിട്ടു തന്ന എല്ലാ രേഖകളും നമ്മുടെ കയ്യിലില്ലേ? രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്താ? വിട്ടുതന്ന ആളിന്റെ മാനസികാവസ്ഥ നാളെ കോടതി പരിശോധിക്കും. നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ ആത്മജ ഇപ്പോ ഒരു മനോരോഗിയാ. അൺസൗണ്ട് മൈൻഡായ ഒരാൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അസാധുവായിരിക്കുന്ന ഇന്ത്യൻ നിയമം. നിയമമൊക്കെ അതിന്റെ പാട്ടിന് പോവും. ഈ ഒരു കാരണം പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. നീ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും, പക്ഷെ കോടതിക്ക് അത് മനസ്സിലാവില്ല. ഇപ്പോഴാകുമ്പോ ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിൽ നമുക്കിത് അവസാനിപ്പിക്കാം. ചെറിയ മുറിവുകൾ ഭേദപ്പെടുത്താൻ എളുപ്പം. പക്ഷേ നാളെ ഇത് ലോകം അറിയുന്ന ഒരു പ്രശ്നമായി മാറുമ്പോ പരസ്പരം വൈരാഗ്യം അല്ലാതെ വേറെയൊന്നും ബാക്കിയാവില്ല. നിയമം അരച്ചു കലക്കി കുടിച്ച് അമ്മയ്ക്ക് നേരത്തെ അറിയാറുന്നില്ല ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന. അതിന് അന്നെനിക്ക് അറിയില്ലായിരുന്നല്ലോ അവളുടെ മാനസികാവസ്ഥ. പിന്നെ ഞാൻ വക്കീലുമായി ഇപ്പോഴാണല്ലോ വിശദമായി സംസാരിച്ചത്. അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. തുറന്നു പറയാം എന്താ അമ്മയുടെ മനസ്സിലെന്ന്. എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിടത്തും തോറ്റു കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞല്ലോ അത് എന്റെ കുഞ്ഞാണെന്ന്. പിന്നെ ഞങ്ങൾ എങ്ങനെയാ തോൽക്കുന്നത്? കോടതിയിൽ അത് തെളിയിച്ചാ പോരെ? തെളിയിക്കാൻ പറ്റുമെന്ന് ആദിക്ക് തോന്നുന്നുണ്ടോ? ഭാര്യയും പെങ്ങളെയും തനിക്ക് വേണ്ടേ? തെളിയിക്കാൻ തന്നെ കൊണ്ട് പറ്റൂ? പറ്റുമെങ്കിൽ പറ. തോറ്റാലും ജയിച്ചാലും അമ്മ കൂടെ നിൽക്കാം. ആമച്ചേച്ചി വളർത്തിയാലും പൂജ വളർത്തിയാലും കുഞ്ഞ് ചെമ്പകശ്ശേരിയിലേതാണെന്ന് മുത്തശ്ശി പറഞ്ഞു. അത് തന്നെയാണ് ശരിയെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണം അല്ലേ? ആ കുഞ്ഞിന്റെ അമ്മ ഞാനാണെന്ന് ലോകത്ത് ആര് സമ്മതിച്ചില്ലെങ്കിലും താൻ സമ്മതിക്കില്ലേ? പിന്നെ എന്തിനാ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്? തനിക്കും തന്റെ വീട്ടുകാർക്കും വേണ്ടി ഞാൻ സഫർ ചെയ്യണം അല്ലേ? പറ്റില്ല.
ജനിപ്പിച്ചതിന്റെ കണക്ക് പറഞ്ഞ അമ്മയും സ്നേഹിച്ചു എന്ന അവകാശത്തിന്റെ പുറത്ത് താനും ചോദിച്ച ഒരുപക്ഷെ ഞാൻ എന്റെ ജീവൻ തന്നൂന്നിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനെ മാത്രം എന്നോട് ചോദിക്കരുത്.